മാതൃഭൂമി ചാനലിൽ കഴുത്തിന് സർജിക്കൽ കോളർ ധരിച്ച് മന്ത്രി വീണ ജോർജ് നൽകിയ അഭിമുഖം വൈറലായിരിക്കുകയാണ്. തന്റെ ദയനീയത മാധ്യമത്തിന് മുന്നിൽ മന്ത്രി വീണ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഗണ്ണിക്കുന്ന നടപടികളാണ് അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകൻ അഭിലാഷിൽ നിന്നുണ്ടായത്. മന്ത്രിയുടെ 7 അയലത്ത് പോലും KSUക്കാർ എത്തിയില്ലെന്നാണ് അഭിലാഷ് പറഞ്ഞത്. എന്നാൽ എത്തി എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി വീണ ജോർജ്. കരിങ്കൊടി തന്റെ മുന്നിലെത്തി വീശുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടെന്ന് വീണ പിന്നീട് പറഞ്ഞപ്പോൾ അത് ഗൺമാന്റെ യൂണിഫോം ആണെന്ന് തെളിഞ്ഞുവെന്ന് അഭിലാഷ് പറഞ്ഞതോടെ മന്ത്രിയുടെ വായടഞ്ഞു. അതേസമയം ദൃശ്യങ്ങൾ എവിടെയെന്ന ചോദ്യത്തിന് KSUക്കാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ദൃശ്യങ്ങൾ എടുത്തുവെന്നാണ് വീണ മറുപടി പറഞ്ഞത്. റെയിൽവേ പ്ലാറ്റ്ഫോം അരിച്ചുപെറുക്കിയിട്ടും ആ ദൃശ്യങ്ങൾ റെയിൽവേ പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് അഭിലാഷ് പറയുമ്പോഴും തല താഴ്ത്തുന്നുണ്ട് മന്ത്രി. ഇതോടെ ആത്മവിശ്വാസത്തോടെ അഭിമുഖത്തിനിരുന്ന വീണയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഒരു പരിധിവരെ മാധ്യമപ്രവർത്തകന് സാധിക്കുന്നുണ്ട്. മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല, കരിങ്കൊടി വീശി KSU പ്രതിരോധിക്കുകയാണുണ്ടായതെന്നും മാധ്യമപ്രവർത്തകൻ അഭിലാഷ് പറയുമ്പോഴും തനിക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിച്ച് താൻ തിരിച്ചടിച്ചുവെന്ന് വീണ മറുപടി പറയുന്നുണ്ട്. അരിയത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന ലൈനിലൂടെയാണ് അഭിമുഖത്തിൽ ഉടനീളം മന്ത്രി സഞ്ചരിക്കുന്നതെന്ന് അഭിമുഖം ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ മനസ്സിലാകും. ഒരു പുലി ഇരയെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നത് പോലെയായിരുന്നു അവരുടെ നീക്കം. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അവർ സുരക്ഷാ വലയം ഭേദിച്ച് തനിക്ക് നേരെ കുതിച്ചെത്തുന്നത് കാണാമെന്നാണ് മന്ത്രി പറഞ്ഞത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ICU വാസത്തിന് ശേഷം പത്തനംതിട്ടയെ വീട്ടിൽ വിശ്രമത്തിലാണ് മന്ത്രി ഇപ്പോൾ. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധക്കാർ ഒളിഞ്ഞിരുന്ന് പെട്ടെന്ന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. ആദ്യത്തെയാൾ കരിങ്കൊടിയുമായി വന്നപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ശ്രദ്ധ അയാളിലേക്ക് പോയി. ആ തക്കം നോക്കി രണ്ടാമതൊരാൾ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. ഒരു ജനപ്രതിനിധിയും സ്ത്രീയും മന്ത്രിയുമാണെന്ന പരിഗണന പോലുമില്ലാതെ അവർ എനിക്ക് നേരെ കുതിച്ചു. അവിടെ വെച്ച് പിടിവലിയുണ്ടായി. എൻ്റെ ശരീരം നൊന്തിട്ടുണ്ട്. തന്നെ ആക്രമിക്കുന്നത് ചിത്രീകരിക്കാൻ പ്രത്യേക ആളുകളെ സംഘം കരുതിയിരുന്നതായും മന്ത്രി ആരോപിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ സംഭവത്തിന് മുൻപ് തന്നെ കണ്ണൂരിലെ വിവിധ ഇടങ്ങളിൽ വെച്ച് തന്റെ വാഹനം തടയാനും ഫ്ലാഗ് പോസ്റ്റ് ഒടിക്കാനും ശ്രമമുണ്ടായതായി മന്ത്രി ഓർത്തെടുക്കുന്നുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധത്തോട് തനിക്ക് എതിർപ്പില്ലെന്നും എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് വ്യക്തമായ പ്ലാൻഡ് അറ്റാക്കാണെന്നും മന്ത്രി ഉറപ്പിച്ചു പറയുന്നുണ്ട്. പതുങ്ങിയിരുന്ന് ഇരയെ കാണുമ്പോൾ ആക്രമണം നടത്തുന്നത് പോലെയായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധമെന്നും വീണ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനപ്രതിനിധിയും മന്ത്രിയും സ്ത്രീയുമായ തൻ്റെ നേരെ പ്രതിഷേധക്കാർ കുതിച്ചെത്തി. അപ്പോൾ തന്നെ അവരുടെ ഉദ്ദേശം വ്യക്തമാണെന്നും മന്ത്രി പറയുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ 3-4 പേർ ഫോണുമായി ചിത്രീകരിക്കാൻ നിൽക്കുന്നതാണ് കാണുന്നത്. ലോക്കൽ ചാനലാണെന്ന് തോന്നുന്നു. ഒരു ചാനൽ ക്യാമറയും കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെയും പ്രതിഷേധമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ എവിടെയോ പ്രതിഷേധക്കാരുണ്ട് എന്നും പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ കയറി പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒളിഞ്ഞിരുന്നാണ് മുന്നിലേക്ക് ചാടി വരുന്നത്. ഇരയെ കാണുമ്പോൾ പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെ എന്നുമൊക്കെ മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും 50 മിനിറ്റോളം ദൈർഘ്യമുള്ള അഭിമുഖത്തിൽ ഭൂരിപക്ഷം സ്ഥലത്തും മന്ത്രി വീണ നട്ടാൽ കിളിർക്കാത്ത നുണമെനഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം അവതാരകൻ നൈസായിട്ട് പൊളിച്ചു മാറ്റുമ്പോൾ പഴയ മാധ്യമപ്രവർത്തക കൂടിയായ മന്ത്രിക്ക് അടിതെറ്റുന്നുണ്ടെന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല.